തമിഴ്നാട് തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി RCC മാലിന്യ നീക്കത്തിന് കരാർ എടുത്തിരിക്കുന്ന ഏജൻസികളുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്നും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം കരാർ കമ്പനികൾക്ക് മാത്രമാണെന്നും RCC സൂപ്രണ്ട് ന്യൂസ് 18നോട് പറഞ്ഞു. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ സംവിധാനങ്ങൾ RCCക്കുണ്ടെന്നും അധികൃതർ അറിയിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് പുറമെ തമിഴ്നാട് പോലീസും RCCയിൽ എത്തിക്കഴിഞ്ഞു. തിരുനെൽവേലിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആശുപത്രി മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പേരിലുള്ള ലെറ്റർ പാഡുകളും രോഗികളുടെ വിവരങ്ങളും കണ്ടെത്തിയതിന് പിന്നാലെയാണ് വിശദീകരണവുമായി RCC അധികൃതർ രംഗത്തെത്തിയത്. ആശുപത്രിയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കേരള ശുചിത്വ മിഷന്റെയും അംഗീകാരമുള്ള സുരേജ് ഇക്കോസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ബയോമെഡിക്കൽ മാലിന്യങ്ങളാകട്ടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇമേജ് എന്ന സംഘടനയും RCCയിൽ നിന്ന് ശേഖരിച്ച് സംസ്കരണം നടത്തുകയാണ് പതിവെന്ന് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞു. ഓരോ മാലിന്യവും സെപ്പറേറ്റ് ആണ് നമ്മൾ ശേഖരിക്കുന്നത്. ഇപ്പോൾ ബയോമെഡിക്കൽ മാലിന്യം സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് അതിനെ ഇപ്പോൾ അതൊരു സെപ്പറേറ്റ് കളറുള്ള ബാഗിൽ, ഒരു യെല്ലോ കളർ റെഡ് കളർ ബാഗിലാണ് ശേഖരിക്കുന്നത്. അത് എവിടെയാണോ ശേഖരിക്കുന്നത്, വാർഡിലാണെങ്കിൽ വാർഡിൽ, OPയിലാണെങ്കിൽ OPയിൽ, അവിടെ നിന്ന് ശേഖരിച്ച് അതിനെ ഒരു ടൈ ചെയ്ത് അവിടുന്ന് തന്നെ അത് ലോക്ക് ചെയ്തിട്ടാണ് പിന്നെ പുറത്തേക്ക് പോകുന്നത്. ആ ഓരോ ബാഗിലും RCCയുടെ പേര്, സ്റ്റിക്കറും എംബ്ലം അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ബാഗ്സും ബാർകോഡഡ് ആണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് IMAയുടെ ഇമേജ് എന്നുള്ള സംഘടനയ്ക്കാണ് നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുവന്നത്. അവർ ഓരോ ബാഗും സ്കാനർ വെച്ച് ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് അത് കൊണ്ടുവന്നത്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് നടത്തുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നു. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും വിജിലൻസ് ഉദ്യോഗസ്ഥരും തമിഴ്നാട് പോലീസ് സംഘവും ആശുപത്രിയിൽ പരിശോധന നടത്തി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ BJP നേതാക്കളാണ് കേരളത്തിൽ നിന്നുള്ള മാലിന്യം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ തള്ളിയതിനെതിരെ വലിയ വിവാദവുമായി രംഗത്ത് വരികയും പിന്നീട് അത് വലിയ ഇടപെടലിലേക്കും പോയത്. ഏറ്റവും ഒടുവിൽ ഹരിത ട്രിബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ച് വിഷയത്തിൽ ഇടപെടുകയും കേരളത്തോട് അടിയന്തര നടപടി ആവശ്യപ്പെടുകയും ചെയ്തതാണ്. എന്തായാലും ഇരു സർക്കാരുകളും തമ്മിൽ ഇത് വലിയൊരു പ്രതിസന്ധിയായ സാഹചര്യത്തിൽ അന്വേഷണങ്ങൾ ഗൗരവമായി നടക്കുകയാണ്. എന്തായാലും കേരളം അവിടുന്ന് മാലിന്യം മാറ്റും എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തീരുന്നില്ല. തിരുനെൽവേലിക്ക് സമീപത്തുള്ള കല്ലൂരിൽ ആ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും മാലിന്യ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. എന്താണ് തിരുനെൽവേലിയിലെ സാഹചര്യം? എങ്ങനെയാണ് കേരളത്തിൻ്റെ അതിർത്തി കടന്ന് ഈ സർജിക്കൽ വേസ്റ്റ് തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്? ന്യൂസ് 18 വിശദമായി വിഷയം ഏറ്റെടുക്കുകയാണ്. ന്യൂസ് 18 സംഘം തമിഴ്നാട്ടിൽ നിന്നും ചേരുന്നു. തിരുനെൽവേലിക്ക് അടുത്തുള്ള കല്ലൂരിൽ നിന്നും VV അരുണും ഒപ്പം ഹരികൃഷ്ണനും ചേരുകയാണ്. അരുൺ, നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എന്തായാലും സംസ്ഥാനത്ത് കേരളം ഈ വിഷയത്തിൽ ഇടപെടുന്നു, കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നു. ഇതാണ് നമുക്ക് ഇതുവരെ നമ്മുടെ മുന്നിലുള്ള ചിത്രം. പക്ഷേ എങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് ഈ വേസ്റ്റ് എത്തുന്നത്? ഇപ്പോഴും തമിഴ്നാട്ടിൽ ഇത്തരം വേസ്റ്റ് കാണപ്പെടുന്നുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് നമുക്ക് നേരിട്ട് അവിടെ കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്? സാഹിത്യ, ഇത് തിരുനെൽവേലിക്കടുത്തുള്ള കലൂർ എന്ന ഒരു പ്രദേശമാണ്, ഒരു ഉൾപ്രദേശം. അവിടെ ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ ചെറിയ വഴികൾ ഒക്കെ ഉള്ള ഒരു പ്രദേശം, ഒരു ഗ്രാമീണ പ്രദേശം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു വനമേഖല പോലെ തോന്നാവുന്ന, അധികം ആൾത്താമസമൊന്നും ഈ മേഖലയിൽ ഒന്നുമില്ലാത്തൊരു പ്രദേശം. ഇത്തരത്തിൽ 11 ഇടങ്ങളിലാണ്, 5 സ്പോട്ടുകളിലായി 11 ഇടങ്ങളിലാണ് വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപം ഉണ്ട് എന്ന് ഇവിടുത്തെ ജില്ലാ കളക്ടർ പറയുന്നത്. അതിലൊരു പ്രദേശമാണ് ഈ കലൂർ. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എത്രത്തോളം ഭീകരമായ ദൃശ്യങ്ങൾ നമുക്കറിയാം. കാലികൾ, വലിയ പുല്ലും പച്ചപ്പും ഒക്കെ ഉള്ള മേഖലയാണ് ഇവിടെ. സാധാരണ കാലികളെ മേയാൻ വിടുന്ന സ്ഥലം. അവിടെ പക്ഷേ ഈ കാലികൾ ഇപ്പോൾ കഴിക്കുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ്. അത്യന്തം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ ഉള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഈ ആശുപത്രി മാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങി ഒരു നാട്ടിൽ നിന്നുള്ള ഒരു ഏതെങ്കിലും ആശുപത്രിയും അതുപോലെ ഹോട്ടലുകളിലുമൊക്കെയുള്ള വളരെ ദിവസങ്ങൾ പഴക്കമുള്ള മാലിന്യങ്ങൾ ഇത്തരത്തിൽ ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നു. ദേശീയ ഹരിത ട്രിബ്യൂണലിലൊക്കെ സ്വാഭാവികമായും ഇടപെട്ട് പോകേണ്ട വിഷയം തന്നെയാണിത്. അത്രയധികം മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ഈ കരാറുകാരോ അല്ലെങ്കിൽ കരാറുകാരെ ഏൽപ്പിച്ച് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലുണ്ട്. ഒരു പശു അത് പേപ്പറോ പ്ലാസ്റ്റിക്കോ ഒക്കെ കഴിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇത്തരത്തിൽ നിരവധി കാലികൾ ഇവിടെ ഉണ്ട്. അവയ്ക്കൊന്നും ഇതെന്താണ് എന്ന് അറിയാത്തതുകൊണ്ട്
തന്നെ എന്തും കഴിക്കുന്നൊരവസ്ഥ, അതിന്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇനി നിരവധിയാണ്. ഈ ഒരു നാടിന് തന്നെ ഒരുപക്ഷെ ഇത്തരം ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. കാരണം മെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുണ്ട്. ഇതിന്റെ ഒരു ചെറിയ പ്രദേശം മാത്രമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ ഭീതമായ ദൃശ്യങ്ങൾ കാണാം. ഇത്തരത്തിൽ 11 സ്ഥലങ്ങളിൽ ഈ രീതിയിൽ 5 സ്പോട്ടുകളിലെ 11 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരനും ഇവിടുത്തെ രാഷ്ട്രീയ നാം തമിഴർ കക്ഷിയുടെ പ്രവർത്തകനുമായ ശങ്കർ മാരി കൂടി ചേരുന്നുണ്ട്. ശങ്കർ, എന്താണിത് സംഭവിച്ചത്? ഇവിടെ എന്താ പറ്റിയത്? இந்த இடம் பார்த்தீங்கன்னா திருநெல்வேலி மாவட்டத்தில் கல்லூருங்கிற கிராமம். இந்த கிராமத்தில் சுமார் இந்த கிராமத்தை சுற்றி உள்ள ஒரு 5 இடங்களில் வந்து மறைமுகமாக இரவு நேரங்களில் தொடர்ச்சியாக வந்து மருத்துவ கழிவுகள் மாவட்ட ஆட்சியர் படி 5 இடங்களில் பதிவு செய்யப்பட்டிருக்கு. புகாரும் சிஎஸ்ஆர் எஃப்ஐஆரும் போட்டிருக்காங்க அவங்க. அதில் ஒரு இடம் இப்போ நம்ம நிற்கிற இடம் வந்து கல்லூர். இதில் பார்த்தீங்கன்னா அதிகபட்ச அளவில் வந்து மருத்துவ கழிவுகள் வந்து அதிகமாக இருக்குது. ஆடு மாடுகள் வந்து அது தொடர்ச்சியாக அதை சாப்பிட்டுட்டு இருக்குது. 10-11 ஸ்பாட் இருக்கு இந்த மாதிரி. ஆமாம், கண்டிப்பாக நிறைய இடங்கள் இருக்குது. இப்போ முதல் இடத்துல தான் நம்ம எடுத்துகிட்டு இருக்கிறோம். கல்லூர் பக்கத்தில் உள்ள கோடநல்லூர் கிராமம், கல்லூர் அருகில் நம்ம பக்கத்தில் இருக்கிறோம். അതാണ് ഇത് ഒരു പ്രദേശം മാത്രമാണ്, കലൂർ എന്ന പ്രദേശം മാത്രമാണ്. നമുക്ക് വലിയ ടൺ കണക്കിന് മാലിന്യങ്ങൾ തന്നെ പറയേണ്ടി വരും. എങ്ങനെ ഇത് ഇവിടെ നിന്ന് മാറ്റും? ഇന്നലെ കേരളത്തിന്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, നഗരസഭയുടെ ഹെൽത്ത് ഓഫീസറും അതുപോലെ തന്നെ പാലക്കാട്ടെ ഈ ബയോമെഡിക്കൽ സംരക്ഷണ കേന്ദ്രമായ ഇമേജിന്റെ പ്രവർത്തകരും ഒക്കെ ഇവിടെ ഇന്നലെ ഒരു സംഘം ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി, സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് മാറ്റിക്കൊടുക്കാമെന്ന ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെ മാറ്റുമെന്ന കാര്യം, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് വ്യക്തമാക്കുന്ന കുറച്ചുകൂടി തെളിവുകൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും. ചില ഹോസ്പിറ്റലുകളുടെ, നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളുടെ ബില്ലുകളൊക്കെ ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ക്രെഡൻസ് ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ ബില്ലുകൾ, എങ്ങനെയാണ് ക്രെഡൻസിന്റെ ഒക്കെ മാലിന്യങ്ങൾ ഇക്കൂട്ടത്തിൽ വന്നതെന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. അത്തരം മാലിന്യങ്ങളുടെ ബില്ലുകളും അല്ലെങ്കിൽ ആ ബാഗുകളുടെ ഭാഗമായുള്ള ബില്ലുകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. ഇത് ഒരു ദിവസം കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോയതാകാൻ വഴിയില്ല. കാരണം ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ മാലിന്യങ്ങൾ കത്തിച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടന്നതും നമുക്കിവിടെ കാണാനാകും. ഈ ഭാഗത്തൊക്കെ മാലിന്യങ്ങൾ കുറേയൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്, കുറേയൊക്കെ കത്താതെ കിടക്കുന്ന അവശിഷ്ടങ്ങളുണ്ട്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത്ര പെട്ടെന്ന് കത്തുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത്തരത്തിൽ കത്തിച്ച് കളയാൻ ശ്രമിച്ച ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിന്റെ പിൻവശമൊക്കെ ആ രീതിയിൽ മാലിന്യങ്ങൾ കത്തിച്ച് കളയാൻ ശ്രമിക്കുന്നതിന് കുപ്പികളുണ്ട്, മദ്യക്കുപ്പികളുണ്ട്. ഇത് ആശുപത്രി മാലിന്യങ്ങൾ മാത്രമാണോ എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. ആശുപത്രികളിൽ എങ്ങനെ ഈ മദ്യക്കുപ്പികളൊക്കെ വന്നു എന്ന കാര്യമൊക്കെ എങ്കിൽ ആ രീതിയിൽ കൂടി ഒരുപക്ഷെ വരണം. അതുകൊണ്ട് ഇതൊരു ആശുപത്രി മാലിന്യങ്ങൾ മാത്രമാകില്ല, ചില ഹോട്ടലുകളിലെ മാലിന്യങ്ങൾ കൂടിയുണ്ട്. നഗരസഭ ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം കൊടുത്ത ഏജൻസികൾ, അതിലൊരു ഏജൻസിയുടെ ലൈസൻസ് വൈകാതെ റദ്ദ് ചെയ്യുമെന്ന് നഗരസഭ അധികൃതർ അറിയിക്കുന്നുണ്ട്. അവർക്ക് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള അനുമതിയില്ല. പകരം ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള നഗരത്തിൽ വീടുകളിൽ നിന്ന് കിട്ടുന്ന മാലിന്യങ്ങൾ മാറ്റാനുള്ള അനുമതി മാത്രമാണ് അവർക്കുള്ളത്. ആ അനുമതിയുടെ മറവിൽ കൂടിയാണ് അവർ ഇത്തരത്തിൽ മെഡിക്കൽ മാലിന്യങ്ങൾ കൂടി കൊണ്ട് തള്ളുന്നത്. അതുകൊണ്ട് ആ കമ്പനിക്ക് ഇന്നലെ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. ഇവിടെ നമുക്ക് കുറച്ചുകൂടി കാണാം. ഇവിടെ ഒരു പുഴ പോലുള്ള സംവിധാനമാണ്, ഒരു പുഴയാണ് അത്. ഈ കന്നുകാലികളൊക്കെ വെള്ളം കുടിക്കുന്ന പുഴയാകാം ഒരു പക്ഷേ. ആ ഭാഗത്തുനിന്ന് പുഴ പോലെ ഒരു ജലാശയം വരുന്നുണ്ട് ഇവിടെ. ഇത് പുഴദാന இதுவும் அதை தொடர்ச்சியா பக்கத்துல உள்ள இடம் தான். இதுலயும் மறைமுகம் அங்க பாருங்க, குழி தோண்டி இந்த பள்ளத்துல யாருக்கு கண்டிப்பா யாருக்கும் தெரியாம இந்த குழியில போட்டு மூடி இருக்காங்க தொடர்ச்சியா. இந்த இடத்தையும் நீங்க എടുത്ത് തെളിവുപെടുത്തുക. നിങ്ങൾ അതാണ് സത്യത്തെ. ഇത് പുഴയെ നമുക്ക് തോന്നുക പുഴയല്ല, ഇത് ഈ വലിയ കുഴി ഉണ്ടാക്കി മാലിന്യങ്ങൾ കൊണ്ട് തള്ളാൻ ഉപയോഗിച്ച സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഒരു ജലാശയം പോലെയായി മാറിയിരിക്കുന്നു. വെള്ളത്തിന്റെ നിറമൊക്കെ ഒരുപക്ഷെ നമുക്ക് ആ രീതിയിൽ ഈ ദൃശ്യങ്ങളിലൂടെ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് കറുത്ത ഏറ്റവും മലിനമായ ജലമായി മാറുന്നു. അവിടെയും ഈ കാലികൾ ഇറങ്ങി വെള്ളം കുടിക്കുന്നുണ്ട്. ടൺ കണക്കിന് മാലിന്യങ്ങൾ വലിയ വലിയ ചാക്കുകളിൽ ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. എത്രത്തോളം ഭീകരമായ, എത്രത്തോളം ക്രിമിനൽ കുറ്റമാണ് ഈ സംഘം ചെയ്തത്. ഇത് ഏജൻസി ആയാലും അല്ലെങ്കിൽ ഏജൻസിയെ ഏൽപ്പിച്ചു വിടുന്ന ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളായാലും ഒരു നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയെ തന്നെ കാരണം. ഇതൊരു ആളൊഴിഞ്ഞ പ്രദേശമെന്ന് പറയാമെങ്കിൽ പോലും
സ്വാഭാവികമായും കാലികളെയൊക്കെ കൊണ്ട് ഇവിടെ മേയാൻ വിടുന്നവരുണ്ട്. അതിന്റെ സമീപത്ത് ഒരുപക്ഷെ കുറച്ച് അകലെയെങ്കിലും വീടുകൾ ഉണ്ടാകാം. അതൊന്നും വകവയ്ക്കാതെ ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തെ മാലിന്യങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ആളൊഴിഞ്ഞ സ്ഥലമെന്ന പേരിൽ ഇങ്ങനെ കൊണ്ട് അത് ഭീകരമായ തുകയൊക്കെയാണ് ഇവർ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഈ ആശുപത്രികളിൽ നിന്ന് മറ്റും വാങ്ങുന്നത്. അത്തരത്തിൽ അങ്ങനെയുള്ളവ അവരുടെ അനുമതിയോടുകൂടിയാണെങ്കിൽ അത് അവരുടെ കൂടെ കുറ്റമാണ്. ഈ ആശുപത്രി ഉൾപ്പെടെ കൂടി കുറ്റമാണ്. RCC ഒക്കെ അവരുടെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനത്തെക്കുറിച്ച് ഇങ്ങനെ വാദോരാതെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ച് പണം ലാഭിക്കാനാകാം ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നത്. വളരെ ഭീകരമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രദേശത്ത് മാത്രം വരുമ്പോൾ നമുക്ക് കാണാനാകുന്നത്. ഇത്തരത്തിൽ 11 ഇടങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത് എടുത്തു മാറ്റുക അത്ര എളുപ്പമാകില്ല കേരള സർക്കാരിനും. എങ്ങനെയാകും ഇവർ അത് മാറ്റാൻ പോകുന്നതെന്ന് ഇന്ന് റിപ്പോർട്ട് നൽകുമെന്നാണ് ഇന്നലെ വന്ന സംഘം നമ്മോട് പറഞ്ഞത്. അതിനുശേഷം 3 ദിവസത്തിനുള്ളിൽ മാറ്റണമെന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്. കേരളത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് അതേപടി പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മളിപ്പോൾ എത്തിയത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ രീതിയിൽ വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ചുമതലയാണ് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമാണ് കേരള സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നത്. അരുണ്, എത്ര കണ്ട് ഭീതിതമാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അരുൺ, ഒരു കാര്യം, അതായത് ഇത് കേരളത്തിൽ നിന്നുള്ള മാലിന്യം തന്നെയാണോ? അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അതല്ല, ഈ ഏജൻസി വിവിധ ഇടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം അവര് വേസ്റ്റ് ഡംപിംഗ് കേന്ദ്രമായി ഒരു ജനവാസ മേഖലയെ തെരഞ്ഞെടുത്തു, അങ്ങനെയാണോ സംഭവിച്ചത്? നമുക്കതിലൊരു വ്യക്തത വരുന്നുണ്ടോ അക്കാര്യത്തിൽ?